ഇനി നമ്മളോട് സംസാരിക്കുന്നത് ഉസ്താദ് GM ഇബ്രാഹിം ബുർഖാനി, പാണമംഗളൂർ സുന്നി യുവജന ഫെഡറേഷന്റെ ചാലക ശക്തിയും സുന്നി യുവജന ഫെഡറേഷൻ ദക്ഷിണ കന്നഡ ജില്ലാ ഉപദേശക സമിതി മെമ്പറും ICS സൗദി നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ഉസ്താദ് GM ഇബ്രാഹിം ബുർഖാനി നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ നേതാക്കളെ, നാട്ടുകാരെ, അല്ലാഹു തആല നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. 1977, 1977, 1977 കാലങ്ങൾ മുതൽ തുടങ്ങിയ ബന്ധമാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവരായ നമ്മുടേതും വിജ്ഞാനസാഗരമായ ഈ മഹത്തുക്കളുമായുള്ള ബന്ധം. അന്ന് തുടങ്ങി ഇന്നുവരെ അള്ളാഹുവിൻ്റെ മഹത്തായ ഫള് കൊണ്ട് പൂർവോപരി ശക്തിയോടെ നടന്നു വരികയാണ്. നമുക്കറിയാം, വണ്ടൂരിൽ മറപ്പെട്ട് കിടക്കുന്ന താജുൽ ഉലമാ വ ഖുദ്വത്തുൽ മുഹഖഖീൻ ഖുദ്ദിസ സിർറുഹു ബഹുമാനപ്പെട്ടവർ 1978 മുതൽ തൻ്റെ വഫാത്ത് സംഭവിച്ച 1985 വരെ ഈ നാട്ടിലേക്ക് വന്നത്. അതിനുശേഷം അവരുടെ ശിഷ്യന്മാർ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഷെയ്ഖുൽ ഉലമ NK ഉസ്താദും ആമയൂർ ഉസ്താദും വന്നു. പിന്നീട് ഷെയ്ഖുന അലവി ഉസ്താദ്, മൗലാന ഉണ്ണി മുഹമ്മദ് ഉസ്താദ്, അതുപോലെ തന്നെ മണ്ണാർമല സമദ് ഉസ്താദ്, അസീദ് ജബ്ബാർ ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല അവരോടൊപ്പം നമ്മേവരെയും സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആ ബന്ധം മുറിയാതെ ഇന്നും അവരുടെ ശിഷ്യഗണങ്ങൾ വഴി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 50 വർഷമായി നമ്മെ നയിക്കുന്ന, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്ന ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഉലമയടക്കം അവരുടെ ശിഷ്യന്മാരടക്കം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്, സൗഭാഗ്യമാണ്. ഇതിൽ നമുക്കുള്ളത് അവർ പറഞ്ഞതാണ് ദീൻ. അവരെന്ത് പറയുന്നുവോ അത് നാം അംഗീകരിക്കുന്നു, അവരെന്ത് വിലക്കുന്നുവോ അത് നാം വിട്ടുനിൽക്കുന്നു. ഈ ദീനിയായ ബന്ധമാണ് നമുക്കുള്ളത്. മറ്റ് യാതൊരു ബന്ധവും യാതൊരു ഉദ്ദേശവും ആർക്കും ഇതിലില്ല. അവരുടെ ശഫാഅത്താണ് നാം ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബന്ധം ഖിയാമത്ത് നാൾ വരെ തുടരണം. 50 വർഷമായി നീണ്ടു നിൽക്കുന്ന ഈ ബന്ധത്തിൽ അന്ന് തുടങ്ങിയ ആളുകൾ ഇന്ന് നമ്മുടെ സദസ്സുകളിൽ മിക്കവരുമില്ല. വളരെ ചുരുക്കം ചിലർ മാത്രമാണുള്ളത്. അതുപോലെ ഈ വന്നവരുടെ കൂട്ടത്തിലും അങ്ങനെ തന്നെ. ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ്, അനുല്ലംഘനീയമായ വിധിയാണ്. ഒരു 100 വർഷം മുമ്പുള്ളവർ ഇന്നിവിടെ ഇല്ല. ഇനി ഒരു 100 വർഷം കഴിയുമ്പോൾ ഞങ്ങളും ഇവിടെ ഉണ്ടാവില്ല. എന്നാലും ഈ ബന്ധം, ഈ ബാന്ധവ്യം, ഈ ദീനിയായ ഈ നിലനിൽപ്പ്, ഇത് ഇവിടെ ഖിയാമത്ത് നാൾ വരെ തുടരണം. നമ്മുടെ പള്ളി, നമ്മുടെ ദർസ്, നമ്മുടെ മദ്രസ, നമ്മുടെ നാട്ടുകാർ അവരുടെ ആഹ്വാനം സ്വീകരിച്ചു കൊണ്ടാണ് നാം നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി തുടങ്ങിയ സുന്നി യുവജന ഫെഡറേഷൻ എന്നുള്ള സംഘം അതെന്തിനു വേണ്ടിയാണ് തുടങ്ങിയത്? അതിൻ്റെ കടിഞ്ഞാൻ, അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ കൺട്രോൾ കേരള സംസ്ഥാന ജമിഅത്തുൽ ഉലമയുടെ കയ്യിലാണ്. കേരള സംസ്ഥാന ജമിഅത്തുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി വല്ലതും പറഞ്ഞാൽ അത് നാം നടപ്പിലാക്കണം. നടത്തരുതു എന്ന് പറഞ്ഞാൽ നാം വിട്ടുനിൽക്കണം. അതിനുവേണ്ടി ഈ മഹത്തുക്കളായ ഉലമാക്കളുടെ വഴിയിൽ തന്നെ സഞ്ചരിക്കാൻ വേണ്ടി, അത് മുറുകെ പിടിച്ച് നടക്കാൻ വേണ്ടി, അതിൽ നിന്ന് അണുവോളം വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടി സുന്നി യുവജന ഫെഡറേഷൻ നാം സ്ഥാപിച്ചിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി എല്ലാ ചെറുപ്പക്കാരും അതിൽ ഭാഗവാക്കണം. അല്ലാഹു തആല ഈ ദീനിന്റെ നിലനിൽപ്പ് നിലനിർത്തണം. അതിനുവേണ്ടി നമുക്ക് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഉലമ മൗലാന ഒരു നിർദ്ദേശം കഴിഞ്ഞ വർഷം നൽകിയപ്പോൾ 1500 വാർഷികം നിങ്ങൾ ആഘോഷിക്കണമെന്ന് മഹല്ലിനോട് പ്രഖ്യാപിച്ചപ്പോൾ, ആഹ്വാനിച്ചപ്പോൾ, എൻ്റെ നാട്ടുകാരായ നിങ്ങൾ, ഞാനിവിടെ നാട്ടിലില്ലെങ്കിലും ഇവിടുത്തെ ചെറിയവർ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, SYF ആളുകൾ, മദ്രസ മാനേജ്മെന്റ്
നാട്ടുകാർ മൊത്തം നെഞ്ചിലേറ്റുകൊണ്ട് 40 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി, 63 വിശിഷ്ടമായ പരിപാടി ജനകീയമായി തന്നെ പ്രശംസനീയമായി വളരെ വിജയകരമായി നടത്തുകയുണ്ട്. അത് അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരോട് അവസാനമായി ഒറ്റവാക്ക് പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഉലമയുടെ നിയന്ത്രണത്തിൽ ഇറങ്ങുന്ന ഒരു മാസികയാണ് ബുൽബുൽ പത്രിക എന്നുള്ളത്. അത് നമുക്ക് മാസാന്തം വരുത്തുകയാണെങ്കിൽ എല്ലാ മാസങ്ങളും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ അതിലുണ്ട്, എല്ലാ വിവരങ്ങളും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്. അത് നാം വരുത്തണം, വായിക്കണം. മലയാളം അറിയാത്തവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് മലയാളം പഠിപ്പിക്കാൻ നമ്മുടെ സദർ ഉസ്താദ് അലി ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട്. മലയാളം പഠിക്കുക, അത് നാം വരുത്തുക, അതിൻ്റെ വരിക്കാരാവുക. ഇങ്ങനെ നാം ഈ ബന്ധം മുന്നോട്ട് ഖിയാമത്ത് നാളോടെ തുടരുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മശായിഖ്മാരുടെ ശഫാഅത്ത് മുഖേന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർ പോകുന്ന സുഖലോക സ്വർഗത്തിൽ നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.